സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം നമ്മൾ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് ദോശമാവ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 നാഴി പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി ഒരു അരനാഴിൻ്റെ അടുത്തായിട്ട് കേട്ടോ, അരനാഴി തികച്ചില്ല, അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഇത് അതുപോലെ ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം അതുപോലെ ഉലുവ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒരു 3 പ്രാവശ്യത്തോളം നമ്മളത് കഴുകിയെടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ കുതിർത്താൻ വേണ്ടിയിട്ട് ഒരു 7 മണിക്കൂറോളം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 9 മണിക്കാണ് രാവിലെ ഇത് വെള്ളത്തിലിട്ട് വെക്കുന്നത്. അതിനുശേഷം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ. അതുവരെ നമ്മളത് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇനി ഇതുപോലെ ഉഴുന്നു അരി അതുപോലെ ഉലുവയും കൂടെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മണി വരെ അടച്ചു വെക്കുകയാണ്. 5 മണിക്ക് നമ്മളിതുപോലെ പ്ലേറ്റ് മാറ്റിയിട്ട് നോക്കുമ്പോൾ കണ്ട ഉലുവ ഉഴുന്നും അതുപോലെ അരി ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ കഴുകിയതിന് ശേഷം അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ പാത്രത്തിൽ വെച്ചിട്ട് നമുക്കിത് കഴുകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ദോശമാവ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവരായിട്ട് 1-2 പേരുണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കണുള്ളൂ. അറിയാലോ, മിക്സിൻ്റെ ജാറ് ഫുള്ളായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ രണ്ടാമത് ചോറും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് വെള്ളം കൂടി പോകാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒട്ടും തരില്ലാതെ നല്ല നൈസായിട്ട് അരച്ചെടുക്കുകയാണ്. ഇത് അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ പരുവത്തിലാണ് നമുക്ക് ദോശമാവ് കിട്ടേണ്ടത് കേട്ടോ. കൂടുതൽ ലൂസും അല്ല ടൈറ്റും അല്ലാത്ത രീതിയിൽ. പിന്നെ ടൈറ്റായി പോയാലും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാം. പക്ഷേ ലൂസായിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ ബാലൻസ് വന്നതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു തവി ചോറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും പൊങ്ങി വരാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു തവി ചോറിട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി കൊടുക്കാം. വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മാത്രം അപ്പം സോഡ അതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്കത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ സോഫ്റ്റ് ദോശ അതുപോലെ നീർദോശ കലക്കിയപ്പം അങ്ങനെ കുറേ ദോശ റെസിപ്പീസ് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ചാനലിൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കിതാ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 8 മണിക്കൂറിന് ശേഷം നമ്മളിതുപോലെ പാത്രം മാറ്റി നോക്കുമ്പോൾ അത് കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കോഴിമുട്ട അതുപോലെ തന്നെ ഒരു സവാളൻ്റെ പകുതി കുറച്ച് പച്ചമുളകാണ് വേണ്ടത്. അത് ഇതുപോലെ നമുക്ക് സവാള കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ പച്ചമുളക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ദോശച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അത് നന്നായി ചൂടായതിന് ശേഷം ഒരു തുണിയിൽ ഇതുപോലെ നല്ലെണ്ണ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുകയാണ്. പിന്നെ തീ കുറച്ച് വെച്ചതിന് ശേഷം ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ്. ശരിക്കും ദോശമാവിൻ്റെ അല്ല, നമ്മുടെ റോസ്റ്റിൻ്റെ ഒക്കെ പരുവത്തിൽ കനം കുറച്ചാണിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഒരു ടീസ്പൂണോളം നെയ്യാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ ആവുകൊണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണുള്ളൂ. അതിനുശേഷം ഇതാ നമ്മുടെ ഈ മുട്ടൻ്റെ മിക്സ് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം വേണം കേട്ടോ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ഇതിലേക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാരറ്റ് അതുപോലെ തക്കാളിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടാനായിട്ട് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ മൊഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റോളം നമുക്കിത് ഇതുപോലെ തീ കുറച്ച് വേവിച്ചതിന് ശേഷം ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഒട്ടും
ഒട്ടും പൊട്ടിപ്പോവാതെ തന്നെ നമ്മളിതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡ് ഒരു 2 മിനിറ്റോളം വേവിച്ചതിന് ശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഓംലെറ്റ് ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവി പറക്കണ ഓംലെറ്റ് ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, നമുക്കിതിലേക്ക് കറിയൊന്നും വേണ്ട കേട്ടോ, ഇത് മാത്രം കഴിക്കുക, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ 2 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ദോശ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.